ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആണ്, യൂസ്ഡ് റിവ്യൂ വീഡിയോ ആണ്. സാധാരണഗതിയിൽ നമ്മൾ കുറേ നാളായിട്ട് അൺബോക്സിങ്ങുകളാണ് ചെയ്തു വരുന്നത്. പല സുഹൃത്തുക്കളും കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോഴെല്ലാം അൺബോക്സിങ് മാത്രമേ ഉള്ളൂ, എന്താ യൂസ്ഡ് റിവ്യൂസ് ഒന്നും വരാത്തതെന്ന്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു യൂസ്ഡ് റിവ്യൂ ആണ്. ഓപ്പോ റെനോ 7 Pro എന്ന് പറയുന്ന ഈ ഒരു ഫോണിൻ്റെ. കഴിഞ്ഞ ദിവസം നമ്മളിതിൻ്റെ അൺബോക്സിങ്ങും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ചിലർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ആരെങ്കിലും വാങ്ങിക്കുമോ എന്ന്. എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയ എൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതാരെങ്കിലും വാങ്ങിക്കുമോ എന്നുള്ള കാര്യം. സോ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയട്ടെ, ഇതിൻ്റെ ക്യാമറയ്ക്കാണ് ഓപ്പോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ക്യാമറ ഒരു അടിപൊളി ക്വാളിറ്റിയിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്യാമറയുടെ കാര്യം ഞാൻ പറയാം. അതിനു മുമ്പ് ഇതിൻ്റെ ബിൽറ്റും ഡിസൈനും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ക്യാമറയുടെ സെഗ്മെന്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ഫോൺ നമ്മൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന വലിയ ചോദ്യം എന്ന് പറയുന്നത്, നല്ല ബിൽറ്റ് ക്വാളിറ്റി ഉണ്ടാവും, യൂസ് ചെയ്യാൻ കംഫർട്ടായിട്ട് കയ്യിലിരിക്കുന്ന നല്ല സുഖം ഉണ്ടാവും. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സോ ഈ ഫോണിൻ്റെ കേസിൽ അത് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ ബോഡി നിങ്ങൾക്ക് കാണാം, മെറ്റൽ ബിൽഡാണ്. ഇതിൻ്റെ ഫ്രെയിം മെറ്റൽ ബിൽഡാണ്, സ്ട്രോങ് ആയ ഒരു ബോഡിയാണ്. റിയർ സൈഡ് നോക്കിയാൽ എയർക്രാഫ്റ്റ് ഗ്രേഡ് LDI ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന നല്ല ഗുഡ് ക്വാളിറ്റി ബാക്ക് പാനലാണ് ഇതിന് വരുന്നത്. 2 കളർ വേരിയന്റുകളുണ്ട്. ഈ കളർ തന്നെ പല തരത്തിൽ കളറുകൾ മാറി മാറി കാണിക്കുന്ന കളർഫുള്ളായ ഒരു ഫോണാണ്. നിങ്ങൾക്ക് ഈ കളർഫുൾനെസ് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ബ്ലാക്ക് വേരിയന്റ് എടുക്കാം. ബട്ട് ഇതിൻ്റെ ബാക്ക് പാനലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിൽ എങ്ങനെ നമ്മൾ കൈകൊണ്ട് തൊട്ടാലും പിടിച്ചാലും ഒന്നും സ്മഡ്ജസ് ആവില്ല, ഓൾവേസ് ഫ്രഷ് ലുക്കിൽ ഇരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ബാക്ക് പാനലിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. 7.45 mm തിക്നെസ്, 180 ഗ്രാം വെയിറ്റ്, ഒരു തരത്തിലുള്ള ഓവർ വെയിറ്റോ തിക്നെസ്സോ ഒന്നുമില്ല. വളരെ ലൈറ്റ് വെയിറ്റ്, കംഫർട്ടബിൾ, സ്ലിം ആയ ഒരു ഫോൺ. സോ നല്ല ബിൽറ്റ് ക്വാളിറ്റിയും യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിളുമായ ഒരു ഫോണാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 6.5 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ആണ്. 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. HDR10+ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ വൈഡ് ബൈ 11 സർട്ടിഫിക്കേഷനും കാര്യങ്ങളുണ്ട്. ആമസോൺ, നെറ്റ്ഫ്ലിക്സ് എല്ലായിടത്തും നിങ്ങൾക്ക് HDയിൽ തന്നെ കണ്ടന്റുകൾ സ്ട്രീം ചെയ്ത് കാണാം. ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കണ്ടു തന്നെ മനസ്സിലാക്കാം. 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ബട്ട് 90 ഹെർട്സ് ആണെങ്കിലും സഫീഷ്യൻ്റ് ആണ്. നിങ്ങൾക്ക് അവിടെ കാണാം, യൂസ് ചെയ്യുമ്പോഴൊക്കെ വളരെ സ്മൂത്താണ്, യാതൊരു പ്രശ്നവുമില്ല. യൂസേജിൽ ഇതുവരെയായിട്ടും ഒരു ലാഗോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റക്കോ സ്ലറ്റേഴ്സോ ഒരു തരത്തിലുള്ള ഇഷ്യൂസും കണ്ടിട്ടില്ല. സൺലൈറ്റ് വിസിബിലിറ്റി, ഡയറക്റ്റ് സൺലൈറ്റിലും നല്ല ഡീസൻ്റായ വിസിബിലിറ്റിയാണ് ഈ ഒരു ഫോൺ തരുന്നത്. ഓട്ടോ ബ്രൈറ്റ്നസ് സെൻസറും കാര്യങ്ങളും വളരെ പക്ക കണ്ടീഷനിൽ വർക്ക് ചെയ്യും. സോ നല്ല രീതിക്കുള്ളൊരു ഡിസ്പ്ലേ സെറ്റപ്പ്, ഓവറോൾ ഡിസ്പ്ലേ സെറ്റപ്പ് ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് വിഷ്വൽസ് ഒക്കെ കാണാം. പക്ഷേ ഓഡിയോ എങ്ങനെ ഉണ്ടാവും, നല്ല ക്വാളിറ്റി ഓഡിയോ ഉണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നല്ല ക്വാളിറ്റിയുള്ളൊരു സ്പീക്കറും കാര്യങ്ങളുമാണ്. സോ സൗണ്ട് വിഷ്വൽ എക്സ്പീരിയൻസ്, വീഡിയോ കാണുമ്പോഴൊക്കെയുള്ള സൗണ്ട് എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ്. ഒരു തരത്തിലുള്ള ഇഷ്യൂസും അവിടെ ഒന്നും നമുക്ക് ഫേസ് ചെയ്യുന്നില്ല. ഒരു തരത്തിലുള്ള കോൾ പരമായ ഇഷ്യൂസ്, നെറ്റ്വർക്ക് ഇഷ്യൂസോ അല്ലെങ്കിൽ ഇയർപീസിൻ്റെ സൗണ്ട് നമ്മൾ ചെവിയിൽ വെച്ച് കേൾക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലീൻ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഇയർപീസിന് സൗണ്ട് കേൾക്കാൻ സാധിക്കും. വൈഫൈ കോളിംഗ് പോലുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. കരിയർ അഗ്രിഗേഷൻ പോലുള്ള കാര്യങ്ങളുണ്ട്. സോ വളരെ ഡീസൻ്റ് ആയ സെറ്റപ്പിൽ നമുക്കിതിൻ്റെ കോളും കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യാൻ സാധിക്കും. ഇയർപീസൊക്കെ ഗുഡ് ക്വാളിറ്റിയാണ്. ഈ ഒരു ഡിവൈസിൻ്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ 1200 മാക്സ് എന്ന പ്രോസസ്സറാണ്. 1200 വിട്ട് മാക്സ് എന്ന് പറയുന്നത് കുറേ കൂടി ബെറ്റർ ആണ്. അതായത് AI പിക്ചർ ക്വാളിറ്റി ടെക്നോളജി ഉൾപ്പെടുന്നതുകൊണ്ട് തന്നെ കുറേ കൂടി എൻഹാൻസ്ഡ് ആയ, കുറേ കൂടി ബെറ്റർ ആയ HDR ഇമേജുകൾ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ AI ഡീബ്ലർ പോലുള്ള സംവിധാനങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് നമ്മൾ കൈകൊണ്ടൊക്കെ പിടിച്ച് സെൽഫി എടുക്കുമ്പോൾ ഒരു ഇച്ചിരി ഷേക്കൊക്കെ വന്നാലും അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ബെറ്ററായ ഷാർപ്നെസ് നമ്മുടെ ഫേസിലേക്ക് തരാൻ ഈ AI ഡീബ്ലർ കൊണ്ടൊക്കെ സാധിക്കും. ColorOS 12 ആണ്. ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ആണ്. 11 എന്ന് പറയുമ്പോൾ 12ൻ്റെ ടൈം ആയല്ലോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ 12ലേക്കും 13ലേക്കുമുള്ള അപ്ഡേറ്റ് അവർ ഷുവർ പറയുന്നുണ്ട്. ഓപ്പോ ഷുവർ പറയുന്നുണ്ട്. 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളും കൺഫേം ആണ്. ഓവറോൾ യൂസർ എക്സ്പീരിയൻസ് നോക്കിയാലും വേറെ ലാഗും കാര്യങ്ങളൊന്നുമില്ല. ColorOS 12 വളരെ നന്നായിട്ടുണ്ട്. ഒമോജി പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ധാരാളമായിട്ട് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാം. ആൻറ്റി പീപ്പിംഗ് നോട്ടിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ColorOS 12ൻ്റെ ഭാഗമായിട്ടുണ്ട്. അതായത് വേറെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഫോണിലേക്ക് ഒളിച്ചു നോക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്ന സംവിധാനമുണ്ട്. കമ്പ്യൂട്ടറിലേക്കൊക്കെ കണക്ട് ചെയ്ത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ColorOS 12 വരുമ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ ഭാഗത്തും ഫീച്ചേഴ്സിൻ്റെ ഭാഗത്തും ഒക്കെ വരുന്നുണ്ട്. ഗെയിമിങ്ങിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നോർമലി വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. സ്മൂത്ത് എക്സ്ട്രീം ഇട്ട് കളിക്കുകയാണെങ്കിൽ എക്സ്ട്രീം സ്മൂത്തിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. BGMI ഒക്കെ കളിക്കുമ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ നോർമൽ ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ ഒക്കെ ഇതിനകത്ത് പോസിബിൾ ആണ്. ബട്ട് ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ഫോൺ അല്ല. ഓപ്പോ എന്ന ബ്രാൻഡിനെ ഇഷ്ടപ്പെട്ട് റെനോ 7 Pro എന്ന ഫോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഈ തരത്തിൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ സാധിക്കും. വേറെ ഇഷ്യൂസ് ഒന്നും അതിനകത്ത് വരുന്നില്ല. ഓവർ ഹീറ്റിംഗ് പോലുള്ള പ്രശ്നങ്ങളും ഈ ഫോണിലില്ല. ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് വരാം.
ഓപ്പോ എപ്പോഴും ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്ന ബ്രാൻഡാണെന്ന് നമുക്കറിയാം. സെൽഫി ക്യാമറ എസ്പെഷ്യലി IMX709 എന്ന് പറയുന്ന പുതിയ സെൻസറാണ്. ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല രീതിയിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് ഇതിന്റെ സെൽഫി ക്യാമറ തരുന്നുണ്ട്. നോർമൽ വീഡിയോ മാത്രമല്ല, ബോക്കെ ഫ്ലെയർ വീഡിയോസ്, അതായത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഡിഫറൻ്റ് ആയ ഒരു രീതിയിൽ പോർട്രേറ്റ് ആയിട്ട് വീഡിയോ എടുക്കുന്ന സംവിധാനം, അതൊക്കെ നല്ല ക്വാളിറ്റിയിലൂടെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. AI കളർ പോർട്രേറ്റ് വീഡിയോ, അതായത് നിങ്ങൾക്ക് കാണാം സെൻട്രൽ നിൽക്കുന്ന സബ്ജക്റ്റ് മാത്രം കളർ, ബാക്കി എല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കളർ ടോണിലേക്ക് മാറ്റിയിട്ടുള്ള ഇത്തരത്തിലുള്ള വീഡിയോസ്. ഫോട്ടോസ് കാണാം. ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഫോട്ടോസിലുണ്ട്. നോർമലായിട്ടുള്ള സെൽഫികളായാലും പോർട്രേറ്റ് സെൽഫികളായാലും ഒക്കെ ഡീസൻറ്റ് ക്വാളിറ്റിയാണ്. ഓവറോൾ സെൽഫി ക്യാമറ എല്ലാ തരത്തിലും ഇൻട്രസ്റ്റിംഗ് ആണ്. ഡുവൽ വീഡിയോ റെക്കോർഡിംഗ് പോലുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡുവൽ വീഡിയോ റെക്കോർഡിംഗിൽ പല ഫോണിലും രണ്ട് ക്യാമറയ്ക്കും ഒരുപോലെ സ്റ്റെബിലൈസേഷൻ നമ്മൾ കാണാറില്ല. ബട്ട് ഓപ്പോയിൽ അതുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വന്നാലും സെൽഫി ക്യാമറയുടെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല രീതിയിലുള്ള ഇമേജുകളാണ് നമുക്ക് ഈ ഒരു ഫോണിൽ എടുക്കാൻ സാധിക്കുന്നത്. അത് പോർട്രേറ്റ് ഇമേജുകളായാലും നോർമൽ ഇമേജുകളായാലും ഒക്കെ നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ സാമ്പിളും നിങ്ങൾക്ക് കാണാം. നല്ല ക്വാളിറ്റിയുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ വീഡിയോസും നമുക്ക് ഈ ഒരു ഫോൺ കൊണ്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ ബോക്കെ ഫ്ലെയർ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ തരത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് കിട്ടും. മെയിൻ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ഡീസൻ്റ് ആയ വീഡിയോ ക്വാളിറ്റി നമുക്ക് ഇതിൻ്റെ മെയിൻ ക്യാമറ തരുന്നുണ്ട്. പറയത്തക്ക യാതൊരു കംപ്ലൈൻറ്റും ഇതിൻ്റെ മെയിൻ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിക്ക് നമുക്ക് തോന്നുന്നില്ല. മെയിൻ ക്യാമറയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഞാനതെല്ലാം ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ബട്ട് ഡീസൻ്റ് ആയ ഒരു വീഡിയോ ക്വാളിറ്റി ഇതിൻ്റെ മെയിൻ ക്യാമറ തരും. ഫോട്ടോസും നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൻ ക്യാമറ കൊണ്ട് ഫോട്ടോസ് എടുക്കുമ്പോൾ വളരെ ഡീസൻ്റ് ആയ ക്വാളിറ്റിയുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടും. വൈഡ് ആംഗിൾ ഇമേജ് അടക്കം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. ഓവറോൾ ഗ്രേറ്റ് ക്യാമറ സെറ്റപ്പാണ് ഡേ ലൈറ്റിൽ മെയിൻ ക്യാമറയും. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വന്നാലും നല്ല ഡീസൻ്റ് ആയ മെയിൻ ക്യാമറ ഇമേജുകളാണ് നമുക്ക് എടുക്കാൻ സാധിക്കുക. സോണി IMX766 എന്ന് പറയുന്ന സോണി സെൻസറാണ് ഇതിൻ്റെ മെയിൻ ക്യാമറയിൽ ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ 50 MP മെയിൻ ക്യാമറ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് തരുന്നത്. സോ ക്യാമറയുടെ റിസൾട്ടുകളെല്ലാം ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. 4500 mAh ബാറ്ററിയാണ്. നല്ല ഡീസൻ്റ് ആയ ഒരു ബാറ്ററി ലൈഫ് ഒരു ദിവസം സുഖമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ചാർജിങ് ഒന്നും ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയേയില്ല. നോർമലി ഒരു 10-20% ഉള്ളപ്പോഴാണ് നമ്മൾ ചാർജിലിടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന നേരത്ത് തന്നെ ഒരു 80-90% ചാർജ് ഉണ്ടാവും. സോ ചാർജിങ് ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് വരുന്നേ ഇല്ല. ബട്ട് കമ്പനി പറയുന്നത് 0 to 100% തന്നെ 32 മിനിറ്റ് കൊണ്ട് ചാർജ് ആവുന്നതാണ്. സോ ഒരു ചാർജിങ് ഒരു ഇഷ്യൂ അല്ല നമ്മളെ സംബന്ധിച്ച്. ബാറ്ററി ലൈഫും ഒരു ദിവസം സുഖമായിട്ട് കിട്ടുന്നുണ്ട്. സോ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ഓവറോൾ പെർഫെക്റ്റ് ആണ്. ഈ ഒരു ഫോണിനെ സംബന്ധിച്ച് ഇത്രയും സ്ലിമ്മായ ഫോണാണ്. എന്നിട്ട് 4500 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീസൻ്റ് ആയ ബാറ്ററി ലൈഫും കിട്ടുന്നുണ്ട്. സോ ഓവറോൾ ഇത്രയുമാണ് ഓപ്പോ Reno 7 Pro എന്ന ഫോണിന്റെ ഒരു യൂസ്ഡ് റിവ്യൂ. സോ ടോട്ടലി നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടതിൽ നിന്നും നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ചോദ്യം, ഇത് ആരെങ്കിലും വാങ്ങിക്കുമോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇതൊരു നോർമൽ യൂസിന് പറ്റിയ നല്ല ഒരു ഫോണാണ്. തീർച്ചയായിട്ടും വാങ്ങിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രൈസും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ICICI കാർഡിന്മേൽ ഓഫറും വരുന്നുണ്ട്. സോ ഓഫറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ മാക്സിമം വേഗത്തിൽ വാങ്ങിക്കാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.